ഭ്രമയുഗം നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി പടമായിട്ട് തോന്നിയെന്ന് കരുതി എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല. അത് ഒരു നോർമൽ ഓഡിയൻസിന് ഇതൊരു ഡീസൻറ്റ് പടമാണെന്ന് പറയുന്നവരെ നിങ്ങൾ ഹേറ്റേഴ്സ് ആക്കുക, ഡീഗ്രേഡ് ആക്കുക, അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസ് ആക്കുക ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഇത്രയും നാൾ മോഹൻലാൽ പടത്തിന് നെഗറ്റീവ് ഇടുമ്പോൾ മമ്മൂക്ക ഫാനും അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നോർമൽ ഓഡിയൻസ് നെഗറ്റീവ് പറഞ്ഞപ്പോൾ എന്നെ തിരിച്ച് മോഹൻലാൽ ഫാനും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഭ്രമയുഗം ടെക്നിക്കലി ഇതൊരു ബ്രില്യൻ മൂവിയാണ്. നിങ്ങൾ ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ടെക്നിക്കലി എന്ന് പറയാനല്ല, എല്ലാം ഓവറോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മൂവി വരുന്നത് ചുരുക്കമാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് വായിച്ച കഥകൾ, ഫോർ എക്സാമ്പിൾ എല്ലാവരും പറയുന്നത് തന്നെ തുമ്പടാണ്. തുമ്പടിനകത്തുള്ളൊരു സെയിം ഒരു അഡാപ്റ്റേഷൻ എനിക്ക് തോന്നുന്നുണ്ട്. അത് കോപ്പി അടിച്ചെന്നല്ല പറയുന്നത്, ആ ഒരു മൂവി കാണുമ്പോഴൊരു ഫീലിംഗ് ഉണ്ട്, ഒരു സാക്രഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. നമ്മൾ പണ്ട് കഥകളൊക്കെ വായിക്കാൻ നടക്കത്തുള്ളൂ. അങ്ങനെ സാധനങ്ങളൊക്കെ തിയേറ്റർ ഇപ്പോഴും ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ സിനിമകളൊക്കെ വരുന്ന പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. ദ മെയിൻ ആൻഡ് ഈ പടത്തിന് ടിക്കറ്റ് എടുക്കാനുള്ള ഒറ്റ കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടിയാണ്. അല്ലെങ്കിലും ഇതിന് മമ്മൂട്ടിയുടെ ആ ലുക്ക് കണ്ടാൽ തന്നെ അറിയാലോ പുള്ളി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ ആൾക്കാർക്ക് അവിടെ ചെയ്യാൻ പോകുന്നത് ആകാംക്ഷയാണ്. പക്ഷെ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ ഇത് എല്ലാ ഓഡിയൻസിനും ഇത് നിങ്ങളൊരു എന്താണ് സിനിഫൈൽ ആക്സെപ്റ്റിൽ കാണുന്ന എന്ന് പറഞ്ഞാല് സിമ്പിളായിട്ട് സിനിമ കാണാൻ വരുന്ന ആൾക്കാർ, ഫാമിലി ഓഡിയൻസ്, ഒരു നോർമൽ ഒരു ഫാമിലി വരികയാണ്. അവർക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഞാൻ എത്ര പൈസ കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കാണുന്നത്. ഈ സമയം ഇങ്ങനത്തുള്ള പടങ്ങളൊക്കെ അങ്ങനത്തുള്ളൊരു വരുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കാണും. അപ്പോൾ അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഈ നെഗറ്റീവ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്നത് നമുക്ക് എന്തായാലും പറ്റിയ അല്ലെങ്കിൽ തെറ്റായുള്ള കാര്യമാണ്. അപ്പോൾ ഭ്രമയുഗം ഇത് പറയുകയാണെങ്കിൽ നമ്മളെ ഒരു 2.5 മണിക്കൂർ വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു മേക്കിംഗ് സെറ്റപ്പാണ്. പക്ഷെ അതിലേക്ക് ഇറങ്ങാൻ നമുക്ക് കുറച്ച് ക്ഷമ വേണം. നിങ്ങൾ ഭയങ്കര ഈ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഫസ്റ്റ് കുറച്ച് ഫാൻസിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ കേട്ട് ഭയങ്കര സംഭവമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സ്ലോ പോയിസൺ പോലത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലും അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് ഇറങ്ങാൻ കുറച്ച് സമയം വേണം. അതിൽ മെയിനായിട്ട് പറയേണ്ടത് വിഷ്വൽ എക്സ്പീരിയൻസ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംഭവം എങ്ങനെ അവർ എത്ര ഇമ്പാക്റ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെറുതെ എടുത്ത് വെച്ചതെല്ലാം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആ പടത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക്, വിഷ്വൽസ്, സൗണ്ട് ഡിസൈൻ, പിന്നെ എല്ലാവരും പറയുന്നത് പെർഫോമൻസ്. ഈ 4 പേരെ ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. വേറെ ലൊക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് പറയാന്നുള്ളത് അവരുടെ മുഖത്ത് ക്യാമറ വെക്കുക, അവർ എങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്തും എന്നുള്ളതാണ്. അതിൽ മെയിൻ സംഭവം മമ്മൂക്ക പറയാനൊന്നുമില്ല. മമ്മൂട്ടി ഷോ തന്നെയാണ്. മമ്മൂട്ടി ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ തന്നെ ഈ റോള് കാണാൻ. മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോഴും ബാക്കിയുള്ളവരെ കുറിച്ച് പറയാതിരിക്കുന്നത് തെറ്റാണ്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരെല്ലാം കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എൻഗേജിങ് ആയിട്ട് എടുക്കണം. അപ്പോൾ അവരുടെ ആക്ടിങ്ങും അവരുടെ ആ നോട്ടോ കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് എൻഗേജിങ് ആയിട്ട് നമുക്ക് ബോർ അടിക്കത്തില്ല. നല്ല സ്റ്റോറിയാണ്, കിടില സ്റ്റോറി. നമ്മളിങ്ങനെ സ്റ്റോറിക്കകത്ത് ആ പാറ്റേണിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകും. നമുക്കൊരു ട്വിസ്റ്റൊക്കെ കിട്ടുമ്പോൾ ഞെട്ടിപ്പോകും ഇടയ്ക്കൊക്കെ. എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും തിയേറ്ററിൽ. പക്ഷേ ഇതൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ട് കഴിഞ്ഞിട്ട് ചിലരുടെ റിവ്യൂ കാണും ഇത്ര വലിയ സംഭവമായിട്ട് പറയാനൊന്നും ഇത് തോന്നിയില്ല. എന്താണെന്ന് അറിയില്ല. ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഗുഡ് ടെക്നിക്കലി ഗുഡ് ബ്രില്യൻ മൂവി. പക്ഷെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പടമായിട്ടൊന്നും തോന്നിയില്ല. ഇത് ഇനിയും സംഭവിക്കാം. ഇങ്ങനത്തെ പടങ്ങൾ സംഭവിക്കാവുന്ന പടങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇതൊരു മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇതൊരു ഗോഡ് ലെവൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പടം മമ്മൂക്കയുടെ ഇതുവരെ കാണാത്തൊരു അഴിഞ്ഞാട്ടം കാണാനായിട്ട്, ഇതുവരെ കേൾക്കാത്തൊരു മുത്തശ്ശി കഥ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാനായിട്ട് ടിക്കറ്റ് എടുത്താൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവാവുന്നൊരു പടമാണ്. അല്ലാതെ ഇവരുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇത് ഭയങ്കര സംഭവമായിട്ട് പ്രതീക്ഷിച്ച് പോയാൽ അതൊന്നും കിട്ടൂല. കാരണം ഇത് ആ സിനിമ ഇഷ്ടപ്പെടാനായിട്ട് കാണാൻ പോകണം. കാരണം ഈ സിനിമ നമ്മളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഈ സിനിമ എന്താണെന്ന് അറിഞ്ഞ് നമ്മൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. യെസ്.